ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു അടിപൊളിയായിട്ടുള്ള റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ക്രിസ്മസ് ആണ്. ഞാനിവിടെ ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യണത്. അപ്പോൾ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലം കേക്കാണ് കേട്ടോ. അപ്പോൾ സ്കൂൾ എല്ലാം വരുന്ന സമയത്ത് ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്തിട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ 1 kg വന്നിട്ടുള്ള പ്ലം കേക്കാണ് നമ്മളിപ്പോൾ 1 kg കൊടുക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ് ഇവിടെ ഷെയർ ചെയ്യണത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളത് നോക്കാം. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ പ്ലം കേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2-3 സ്റ്റെപ്പുകളുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പാണ് കാരമൽ ചെയ്തെടുക്കുക എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ 1/2 കപ്പ് ഷുഗർ ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ വെച്ചിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കുക, കരിയിച്ചെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ അത് ഓവറായിട്ട് കരിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനൊന്ന് മെൽറ്റാക്കി എടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ താഴെ ഭാഗം കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക. ഓവറായിട്ട് കരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരു കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും വരിക. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഇത് വെള്ളം മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് കുറച്ച് നേരം വെക്കുക. പിന്നെ ഓവർ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കരുത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ആ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കുറേശ്ശായിട്ട് മെൽറ്റായി വരുന്നുണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റായി മെൽറ്റായതിൻ്റെ ശേഷം ഇതിലേക്ക് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കുറേശ്ശായിട്ട് ഇടയ്ക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ലോ ഫ്ലെയിമിൽ വേണം ഈ ഒരു സമയത്തെല്ലാം ഗ്യാസ് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിപ്പോൾ ഏകദേശമൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. പഞ്ചസാര എല്ലാം മെൽറ്റായി എന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നല്ല ചൂടുള്ള വെള്ളം അല്ലെങ്കിൽ തിളച്ച വെള്ളമായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നല്ല ചൂടുള്ള വെള്ളം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നന്നായിട്ട് തന്നെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിൽ പുക വരാനും അതുപോലെ മേലേക്ക് തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക, എന്നിട്ട് പിന്നെ അതിന് ശേഷം ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് തിളച്ച വെള്ളം ചേർത്തിട്ടുള്ളത് 1/2 കപ്പാണ്. 1/2 കപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചാലും ഈ ഒരു സമയത്ത് ഹൈ ഫ്ലെയിമിലാണ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇത് ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് അത് വറ്റി വരാം, ഒരുപാട് വേണ്ട. അതൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ വറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ തന്നെയാണ് ഫ്രൂട്ട്സ് എല്ലാം നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. കുക്ക് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാരമലെല്ലാം അത് അബ്സോർബ് ചെയ്യണം. കാരമലിലാണ് നമ്മൾ ഈ ഒരു നട്ട്സും കാര്യങ്ങളെല്ലാം ഇട്ടിട്ടൊന്ന് സോക്ക് ചെയ്തെടുക്കണത് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഞങ്ങളുടെ കയ്യിലുള്ള ഏത് ജാമായാലും കുഴപ്പമില്ല. അപ്പോൾ പൈനാപ്പിൾ ജാം അല്ലെങ്കിൽ മിക്സ്ഡ് ഫ്ലേവറിലുള്ള ജാം, ഏത് ജാം ചേർത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ജാമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മിക്സ്ഡ് ആയാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഈ ഒരു ജാം ചേർത്തതിന് ശേഷം ഇതിൽ നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റായി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്തിട്ട് അതിനെ മെൽറ്റാക്കി എടുക്കുക. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചത് കൊണ്ടാണ് ഇതിപ്പോൾ കുറച്ച് ഹാർഡായിട്ടുള്ളത്. പുറത്തിരിക്കുന്ന ജാമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് തന്നെ മെൽറ്റായിട്ട് ഈ ഒരു കാരമലിൽ മിക്സായി വരും കേട്ടോ. അപ്പോൾ അത് ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം ഒരുപാടൊന്നും ഇതാവണം എന്നില്ല, കാരണം ഇനി ചൂടാകുമ്പോൾ അത് മെൽറ്റായി വന്നോളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് മെൽറ്റായതിൻ്റെ ശേഷം ബാക്കിയുള്ള ഓരോ ഇൻഗ്രീഡിയൻസ് ഇതിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് തന്നെ മെൽറ്റായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ശേഷം ഞാനിതിലേക്ക് ടോട്ടലായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കറുകപ്പട്ടൻ്റെ പൊടിയും കറുകപ്പൂവിൻ്റെ പൊടിയും കൂടി രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞ സ്പൂണിന് 1.5 ടീസ്പൂൺ ഏകദേശം 1.5 അടുത്ത് ഏകദേശം ചേർത്തിട്ടുണ്ട്. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ 2 ഹാഫ് വെച്ച് ചേർത്ത് അല്ലെങ്കിൽ ഒരു 3/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഇനി ഏലക്ക പൊടി സെപ്പറേറ്റ് പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും ഒരു 3/4 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതിനും വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഓരോ പൗഡറുകളും നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോഴും നന്നായിട്ട് മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ കട്ട പിടിച്ച് പോവും. പിന്നെ അതിൻ്റെ ശേഷം ഇത് മിക്സായിട്ട് ഒന്ന് സ്മെല്ലെല്ലാം നമുക്ക് അറിയാം, ഓരോ സ്മെല്ലിങ്ങനെ മിക്സ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് വരും. അപ്പോൾ അതിന് ശേഷം ഇതിലേക്ക് ഓറഞ്ച് ജ്യൂസ് 1/2 കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസ് ചേർത്തിട്ട് അതിനെ നന്നായിട്ടൊന്നുകൂടി ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം
ഇതിപ്പോൾ വെള്ളം ചേർക്കാതുള്ള ഓറഞ്ച് ജ്യൂസ് ആണെങ്കിലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് ജ്യൂസ് ആക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് നമുക്ക് ഫ്രൂട്ട്സ് എല്ലാം നന്നായിട്ട് തന്നെ സോക്കായി വരും. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടുള്ള ഓറഞ്ച് ജ്യൂസാണ് ചേർത്തിട്ടുള്ളത്. ഞങ്ങൾ വെള്ളം ചേർക്കാതെ ഉള്ള ഓറഞ്ച് ജ്യൂസ് ആണെങ്കിലും നമ്മൾ ഹാഫ് കപ്പ് തന്നെ എടുക്കുക. ഹാഫ് ഇനിയിപ്പോൾ ഒരു മുക്കാലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് മാക്സിമം നമ്മൾ എത്ര ഇതാക്കണോ സോക്കാവണോ അത്രയും ഈ ഒരു ഓറഞ്ചിൻ്റെ എല്ലാത്തിൻ്റെ ഫ്ലേവർ അതിലുണ്ടായിരിക്കും. ഇനി ഇത് തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ തിളച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്ക് ഓരോ ഡ്രൈ ആയിട്ടുള്ള ഓരോ ഐറ്റംസ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ടോട്ടലായിട്ട് 1 കപ്പ് കട്ട് ചെയ്തിട്ടുള്ള ഡേറ്റ്സ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. 1 കപ്പ് ഫുള്ളായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് ഡേറ്റ്സ് കട്ട് ചെയ്തിട്ടുള്ളത്. അത് ഒരുപാട് ചെറിയ കുഞ്ഞു പീസാക്കി ഇടണമെന്നൊന്നുമില്ല. ഒരു ഈത്തപ്പഴത്തിന് നമ്മൾ ഒരു 4-5 പീസാക്കിയിട്ട് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ 3/4 കപ്പ് ടൂട്ടി ഫ്രൂട്ടിയാണ്. അത് റെഡ് കളറിലും ഗ്രീൻ കളറിലും മിക്സ് ചെയ്തിട്ടുള്ള രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് ഒരു 3/4 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഓരോ റെസിൻസ് കാര്യങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാം. ഞങ്ങളുടെ അടുത്തുള്ള ഡ്രൈ ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എന്തോ ഉണ്ടായിക്കോട്ടെ അതെല്ലാം ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ബ്ലാക്ക് റെസിൻസ് ഈ ഒരു പ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് അതാണ് കൂടുതൽ ഭംഗിയായിട്ട് തോന്നുക. അപ്പോൾ റെസിൻസ് ബ്ലാക്ക് ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ നോർമൽ റെസിൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റെസിൻസ് എല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടത്തിനനുസരിച്ച് ഇപ്പോൾ ഹാഫ് കപ്പിന് ഇട്ട് കൊടുക്കണമെങ്കിൽ ഹാഫ് കപ്പിന് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇപ്പോൾ എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിനകത്തേക്ക് ഡ്രൈ ജിഞ്ചർ പൗഡർ കൂടി 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ സ്കിപ്പായി പോയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൂടി ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് നല്ല സ്മെല്ലായിരിക്കും. പിന്നെ ഇതിൽ നമ്മൾ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കാര്യമുള്ളത് ഓറഞ്ച് നമ്മൾക്കിതുപോലെ ഷുഗറിൽ വിളയിച്ചിട്ടുള്ള ഓറഞ്ചിൻ്റെ തൊലി കിട്ടും. അത് ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും. അതൊരു ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്തൊക്കെ നല്ലൊരു സ്മെല്ലായിരിക്കും ഈ ഒരു ഫ്രൂട്ട്സ് എല്ലാം കിടന്നിട്ട് സോക്കാവുന്ന സമയത്ത് കേട്ടോ. നമ്മളിതിനെ സോക്കാക്കി എടുക്കുക. ഈ ഒരു ഫ്രൂട്ട്സിലെല്ലാം സിറപ്പിലെല്ലാം കിടന്നിട്ട് ഈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് നന്നായിട്ട് കുക്കായിട്ടൊന്ന് വറ്റി വരട്ടെ. അതുവരെ നമ്മളൊന്ന് ഫ്ലെയിമൊക്കെ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. അതൊന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട് ഒരുപാട് വറ്റി വരണ്ട. അപ്പോൾ പിന്നെ ഇത് നമ്മൾ ബാറ്ററിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് തിക്കായി പോവും. ഇപ്പോൾ ഈ ഒരു സമയമൊക്കെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അത്യാവശ്യം ഈ ഒരു രീതിയിൽ വേണം നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാൾ നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ഇനി ലാസ്റ്റായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നട്ട്മഗ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമ്മളിത് ഒരുപാട് നാൾ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ മതി ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലിട്ടാൽ. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കൂടുതൽ ബൾക്കായിട്ടുള്ള ഓർഡറെല്ലാം വരുന്ന സമയത്ത് ഇതുപോലെ ചെയ്തിട്ട് എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ ഇങ്ങനെ പ്ലം ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. കുറച്ച് ഇതിൽ നിന്ന് എടുത്താൽ മതിയാവും കേട്ടോ ബൾക്കായിട്ടുള്ള ഓർഡറെല്ലാം വരുന്ന സമയത്ത്. അപ്പോൾ ഇതിനെ ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി അടുത്ത സ്റ്റെപ്പായിട്ടുള്ളത് ഫ്ലോർ അരിച്ച് വെക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. 1.5 കപ്പ് ഫ്ലോറിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് ഇതിനൊന്ന് അരിച്ചിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ 1.5 കപ്പ് ഇപ്പോൾ 250 ml 1.5 കപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ്. അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് ഒന്ന് അരിച്ച് മാറ്റി വെക്കാം. അപ്പോൾ ഫ്ലോർ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സോക്ക് ചെയ്തതെല്ലാം കണ്ടോ ഇപ്പോൾ ഇങ്ങനെ തിക്കായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരുപാട് നമ്മളിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് തിക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് നമുക്കിങ്ങനെ മിക്സ് ചെയ്തെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ചൊന്ന് ജ്യൂസി ആയിട്ട് വേണം ഉണ്ടാവാനായിട്ട്. അപ്പോഴാണ് ഈ ഒരു രീതിയിൽ കിട്ടുക. ഇനി ഈ ഒരു മിക്സിലേക്ക് ഞാൻ കുറച്ച് നട്ട്സ് എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നട്ട്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതായത് ഒരു 1/2 കപ്പ് ചേർക്കണമെങ്കിൽ 1/2 കപ്പ് ചേർക്കാം, 3/4 കപ്പ് ചേർക്കണമെങ്കിൽ 3/4 കപ്പ് ചേർക്കാം. അപ്പോൾ കാഷ്യൂ ഇട്ടിട്ടുണ്ട്, ആൽമണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഫ്ലോറാണ്. അപ്പോൾ ഫ്ലോർ ഒരു 1/4 കപ്പോളം ഫ്ലോർ എടുത്തിട്ട് ഞാൻ ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ഫ്ലോറില്ലേ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് അരിക്കാത്ത അതിൽ നിന്നുമായിട്ടാണ് രണ്ട്
രണ്ടിൽ നിന്നും മിക്സ് ആക്കിയിട്ടാണ് 1/4 കപ്പ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു ഫ്രൂട്ട്സിലേക്ക്. അത് താഴോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ബാറ്ററിൽ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് താഴോട്ട് പോവാതിരിക്കാനാണ്. ഇനി നമുക്ക് ഈ ഒരു ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ 3 എഗ്ഗ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് ബ്രൗൺ ഷുഗറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം ബ്രൗൺ ഷുഗർ 2-3 ടൈപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ക്രിസ്റ്റലായിട്ടുള്ളതുണ്ട്, ഇത് പൗഡർ ടൈപ്പാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കാരമലും എല്ലാം കൂടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് ആവശ്യമുള്ളൂ. പിന്നെ ഒരു നുള്ളു ഉപ്പും ചേർത്ത് കുറച്ച് വാനില എസൻസും ചേർത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ബീറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ കളർ ചേഞ്ച് ആവണ വരെ ഒരു ലൈറ്റ് ഷെയ്ഡായി വരുന്ന വരെ നമ്മളിതിനെ ബീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങളിപ്പോൾ ബ്രൗൺ ഷുഗർ അല്ല യൂസ് ചെയ്യണ വൈറ്റ് നോർമൽ ഷുഗർ ആണെന്നുണ്ടെങ്കിൽ ഈ ഇത് ബേക്കായി വന്നു കഴിഞ്ഞാൽ ഉള്ളിൽ കുറച്ച് വൈറ്റ് കളറായിട്ട് ലൈറ്റ് ഷെയ്ഡായിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ നമ്മൾ ബ്രൗൺ ഷുഗറാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് ഈ ഒരു ഡാർക്ക് പ്ലം കേക്കിൻ്റെ ഉൾഭാഗം നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഡാർക്ക് കളറായി കിട്ടുക. അതുപോലെ ടോപ്പ് ഭാഗം ഡാർക്ക് കളറായിട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ മാക്സിമം ബ്രൗൺ ഷുഗർ യൂസ് ചെയ്തിട്ട് തന്നെ പ്ലം കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് കളറെല്ലാം ഒന്ന് ചേഞ്ചായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഓയിലും ഓറഞ്ച് ജ്യൂസ് കാരമലെല്ലാം ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഓറഞ്ച് ജ്യൂസിൻ്റെ ആവശ്യമില്ല കേട്ടോ. നമ്മളിത് ഫ്രൂട്ട്സ് എല്ലാം സോക്ക് ചെയ്തിട്ടുള്ള ഓറഞ്ച് ജ്യൂസിലാണ്. ഇപ്പോൾ ഇതുപോലെ കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററാണ് കിട്ടിയിട്ടുള്ളത്. കളറെല്ലാം ലൈറ്റ് ഷെയ്ഡായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കാരമൽ ചേർത്ത് കൊടുക്കാം. കാരമൽ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ കാരമൽ കുറച്ച് തിക്കായിട്ടാണ് ഉണ്ടായിരിക്കുക. അതൊന്നും കുഴപ്പമില്ല കേട്ടോ. ഫുള്ള് നമുക്ക് ഇതിലേക്ക് ആക്കി കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ അത് ബീറ്റായി കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. സൺഫ്ലവർ ഓയിൽ 1/2 കപ്പാണ് ചേർക്കേണ്ടത്. അപ്പം ബട്ടർ യൂസ് ചെയ്തിട്ടുള്ള റെസിപ്പി അല്ല ഇവിടെ ചെയ്യുന്നത്, ഓയിലാണ്. ബട്ടർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എഗ്ഗ് ബീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ബട്ടർ യൂസ് ചെയ്യണം. എന്നിട്ട് ഓയിൽ ചേർത്തതിൻ്റെ ശേഷം ഒന്നുകൂടി ബീറ്റ് ചെയ്ത് കൊടുക്കട്ടെ. ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് ടൈമൊന്നും ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഓയിൽ ജസ്റ്റ് എല്ലാ ഭാഗത്തും ഒന്ന് മിക്സായി കിട്ടണ വരെ ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ബീറ്ററിൻ്റെ സ്പീഡ് 1-ലിട്ടിട്ട് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഫ്ലോർ കുറേശ്ശായിട്ട് ഈ ഒരു ബാറ്ററിൽ ഒഴിച്ചിട്ട് ഇതുപോലെ ബീറ്റർ യൂസ് ചെയ്തിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ബാക്കി വന്നിട്ടുണ്ടായിരുന്ന ഫ്ലോർ ഫുള്ള് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തും ഫ്ലോർ ആവുന്ന രീതിയിൽ ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഓവർ സ്പീഡിൽ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് ബാറ്റർ കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് വേണ്ടത് സോക്ക് ചെയ്തിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാം ഇതിലിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നട്ട്സ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സോക്ക് ചെയ്യണ സമയത്ത് കുക്ക് ചെയ്യണ സമയത്ത് നട്ട്സ് ഇടണ്ട, അതിൻ്റെ ശേഷം നമ്മൾ നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ഫുള്ളായിട്ട് ഇതിലിട്ട് കൊടുത്തിട്ട് ഒന്ന് ബീറ്റർ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പാച്ചിൽ വെച്ചിട്ടോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ബീറ്റർ യൂസ് ചെയ്തിട്ട് തന്നെ ഈ ഒരു ഫ്രൂട്ട്സ് എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കണത്. അപ്പോൾ ഈ ടൈമിലെല്ലാം ബീറ്ററിൻ്റെ സ്പീഡ് 1-ലായിട്ടാണ് വെക്കേണ്ടത്.
അപ്പോൾ ഫ്രൂട്ട്സ് എല്ലാം എല്ലാ ഭാഗത്തുമായിട്ട് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബീറ്റർ ഓഫ് ചെയ്തതിൻ്റെ ശേഷം ഇതിനെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ 8 ഇഞ്ചിലോ 7 ഇഞ്ചിലോ ചെയ്യാം. 8 ഇഞ്ചിൽ ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടി ബെറ്റർ ആയിട്ടുണ്ടാവുക. അപ്പോൾ നമുക്കൊന്ന് പരന്നിട്ട് കേക്ക് ഉണ്ടായിരിക്കും. ഒരുപാട് ടിൻ സൈസ് കുറഞ്ഞ ഇതിലാണ് നമ്മൾ ബേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുകൾ ഭാഗം പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ 8 ഇഞ്ചിലാണ് ചെയ്യുന്നത്. അപ്പോൾ അത് പൊങ്ങി വരുന്ന സമയത്ത് അതിന് പൊങ്ങാനുള്ള ഗ്യാപ്പ് കുറഞ്ഞു കഴിഞ്ഞാലൊക്കെ ക്രാക്ക് വരും. അപ്പോൾ 8 ഇഞ്ചിലാണെങ്കിലും ബാറ്റർ ഇപ്പോൾ നമുക്ക് ഏകദേശം ഹാഫ് മതി കേട്ടോ. ഞാനിപ്പോൾ ഒഴിച്ചപ്പോൾ 3/4 ബാറ്റർ വന്നിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് ടാപ്പ് ചെയ്തതിൻ്റെ ശേഷം 180 ഡിഗ്രിയിൽ ഒരു 50-55 മിനിറ്റ് ബേക്കിംഗ് ടൈം കൊടുത്തിട്ട് ഇതിനൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 55 മിനിറ്റ് 60 മിനിറ്റിൻ്റെ അടുത്ത് ഏകദേശം എടുത്തിട്ടുണ്ടായിരുന്നു ഇത് ബേക്കായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഹാഫ് ബേക്ക് ആവുന്ന സമയത്തിന് ഞാൻ ഇതിലേക്ക് ടോപ്പിലായിട്ട് നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ പാക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഒരു നട്ട്സും ടോപ്പിൽ കാണുന്നതായിരിക്കും ഒന്നുകൂടി ബെറ്റർ കേട്ടോ. അപ്പം ഇതിൻ്റെ ടിൻ സൈസ് കുറവായതുകൊണ്ട് തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ 3/4 ഭാഗം ബാറ്റർ ഉള്ളതുകൊണ്ടായിരിക്കാം ഇതിൻ്റെ മുകൾ ഭാഗം ക്രാക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഹാഫായിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ ബാറ്ററിനെ. ഇപ്പോൾ ഇതാ മുകൾ ഭാഗം നല്ല ബ്രൗൺ കളറാണ് വന്നിട്ടുള്ളത്, സൈഡെല്ലാം ലൈറ്റ് ഷെയ്ഡാണ്. ഇപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പ്ലം കേക്കാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു നട്ട്സും കാര്യങ്ങളെല്ലാം എല്ലാ ഭാഗത്തുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബൾക്കായിട്ടെല്ലാം ഓർഡർ വരുന്ന സമയത്ത് ഈ ഒരു ഓയിൽ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്കാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്